ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ ഓഫ് ലിറ്റ്ഷൂർ അക്കാദമി. ഇന്നത്തെ വീഡിയോയിൽ സെറ്റ് എക്സാം ഇംഗ്ലീഷ് സിലബസിലെ ഒരു പ്രസക്തമായിട്ടുള്ള പാഠഭാഗം നിങ്ങളെ പരിചയപ്പെടുത്താനാണ് പോകുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പായി ലിറ്റ്ഷൂർ അക്കാദമിയുടെ അടുത്ത ജൂലൈയിൽ നടക്കാൻ പോകുന്ന സെറ്റ് എക്സാമിന് വേണ്ടിയിട്ടുള്ള റെഗുലർ ക്രാഷ് ബാച്ചുകൾ ഞങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. അഡ്മിഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. താല്പര്യമുള്ളവർ എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യുക. വീഡിയോയിലേക്ക് വരാം. ഡിസ്റ്റോപ്യൻ നോവൽ എന്ന പാഠഭാഗത്തെ പറ്റിയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. വാട്ട് ഈസ് എ ഡിസ്റ്റോപ്യൻ നോവൽ? എ ഡിസ്റ്റോപ്യൻ നോവൽ ഈസ് എ നോവൽ ദാറ്റ് പ്രസൻസ് എ ഡിസ്റ്റോപ്പിയ. എ ഡിസ്റ്റോപ്പിയ is an antonym for utopia, which is a perfect place. In a dystopia, everything is as bad as possible. അപ്പോൾ അതിൽ പറയുന്നുണ്ട് ആൻറ്റോണിം ഫോർ ഉട്ടോപ്യ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എന്താണ് ഉട്ടോപ്യ എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ? ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടുള്ള ഐഡിയൽ ആയിട്ടുള്ള ഒരു വേൾഡിനെയാണ് നമ്മൾ ഉട്ടോപ്യ എന്ന് വിളിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ആൻറ്റണിമായിട്ടാണ് ഡിസ്റ്റോപ്പിയ കണക്കാക്കുക. എന്ന് വെച്ചാൽ കാര്യങ്ങൾ എത്രയും മോശം ആകാമോ അത്രയും മോശമായിട്ടുള്ള ഒരു സ്ഥലം, സമയം, സാഹചര്യം. അപ്പോൾ അതിനെയാണ് നമ്മൾ ഡിസ്റ്റോപ്പിയ എന്ന് വിളിക്കുക. ഇപ്പോൾ ഡിസ്റ്റോപ്പിയ തീമായിട്ടുള്ള നോവലുകളാണ് ഡിസ്റ്റോപ്യൻ നോവൽ. അത്തരം നോവലുകൾ സെറ്റ് ചെയ്യുന്നത് ഇത്തരത്തിലുള്ള എല്ലാം നേരെ തലതിരിഞ്ഞിട്ടുള്ള ഒരു സ്ഥലത്തോ സമയത്തോ ആയിരിക്കും. എ ഡിസ്റ്റോപ്പിയ ഈസ് എൻ ഇമാജിൻഡ് കമ്മ്യൂണിറ്റി ദാറ്റ് ഈസ് ഡീഹ്യൂമനൈസിങ് ആൻഡ് ഫ്രൈറ്റനിങ്. ഡീഹ്യൂമനൈസിങ് ആയിട്ടുള്ള, ഭയപ്പെടുത്തുന്ന, എത്രയൊക്കെ കാര്യങ്ങൾ മോശമാകാമോ അത്രയും മോശമായിട്ടുള്ള ഒരു സാഹചര്യവും സമയവും സ്ഥലകാല പരിസരവും ആണ് ഇത്തരം നോവലുകളിൽ കാണാൻ വേണ്ടി കഴിയുക. അപ്പം അത് സ്വാഭാവികമായിട്ടും ഭാവനയിലൂടെ എഴുത്തുകാരവരുടെ ഭാവനയിലൂടെ സൃഷ്ടിച്ചെടുക്കുന്ന ലോകങ്ങളാണ്. അപ്പോൾ നമുക്ക് ഇപ്പോൾ ഒരുപക്ഷെ അത്രയും അപകടകരമായിട്ടുള്ള, ജീവിക്കാൻ സമ്മതിക്കാത്ത ഭരണകൂടങ്ങളുള്ള സ്ഥലങ്ങൾ, അല്ലെങ്കിൽ ഇന്ന് കാണുന്ന രീതിയിലല്ലാത്ത പരസ്പരം ദ്രോഹിക്കാൻ കഴിയുന്ന രീതിയിൽ കഴിവുകൾ വളർത്തിയെടുത്തിട്ടുള്ള മനുഷ്യർ ജീവിക്കുന്ന സ്ഥലങ്ങൾ, അപ്പോൾ ഇത്തരത്തിലുള്ള പോസിബിലിറ്റീസിനെ പറ്റിയാണ് അന്വേഷിക്കുന്നത്. ഇപ്പോൾ കുറച്ച് ഡിസ്റ്റോപ്യൻ നോവൽസ് കൂടി നമുക്ക് പരിചയപ്പെടാം. ആൽഡസ് ഹക്സ്ലിയുടെ ബ്രേവ് ന്യൂ വേൾഡ്, മാർഗരറ്റ് ആറ്റ്വുഡിൻ്റെ ഹാൻഡ്മെയ്ഡ്സ് ടെയിൽ, ഒറിക്സ് ആൻഡ് ക്രേക്ക്, ദെൻ ഫാരൻഹീറ്റ് 451 ബൈ റേ ബ്രാഡ്ബറി, ജോർജ് ഓർവെലിൻ്റെ 1984 പറ്റി നിങ്ങളെല്ലാവരും കേട്ടിട്ടുണ്ടാവും, കുറച്ച് പേരെങ്കിലും പഠിച്ചിട്ടുണ്ടാവും. ദെൻ വി ബൈ സമയത്തീൻ, എ ക്ലോക്ക് വർക്ക് ഓറഞ്ച് ബൈ ആന്റണി ബർഗസ്, ദ ഡ്രൗൺഡ് വേൾഡ് ബൈ ജെ ബലാഡ് ആൻഡ് ബ്ലൈൻഡ്നെസ് ബൈ ജോസ് സാരമാഗോ. അപ്പോൾ വളരെ പ്രധാനപ്പെട്ട, വളരെ പോപ്പുലറായിട്ടുള്ള കുറച്ച് നോവൽസാണ് ഞാനിവിടെ എക്സാമ്പിളായിട്ട് തന്നിട്ടുള്ളത്. ഇത് കൂടാതെ ഇനിയും നോവലുകളുണ്ട്, ഇനിയും നോവലുകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു സബ്ജക്റ്റാണല്ലേ, ഞാനിപ്പോൾ അത് പറഞ്ഞു. അപ്പോൾ അത്തരത്തിലുള്ള നോവലുകൾക്ക് വായനക്കാരുണ്ട്. അത് ഇൻട്രസ്റ്റിംഗ് ആയതുകൊണ്ട് തന്നെ ഒരുപാട് നോവലുകൾ ഇത്തരത്തിൽ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ സെറ്റ് എക്സാമിന് പഠിക്കുമ്പോൾ ഇങ്ങനെ ഗ്രൂപ്പ് ചെയ്ത് പഠിക്കണം, അല്ലെങ്കിൽ ഡിസ്റ്റോപ്യൻ നോവൽസ് എന്നതൊക്കെയാണ്. അപ്പോൾ ആ രീതിയിൽ ഇപ്പോൾ നോവലുകളല്ലേ, വേൾഡ് ഓഫ് ഫിക്ഷൻ നമുക്കറിയാമല്ലോ, അത്രയും വാസ്റ്റാണ്, അത്രയും ലാർജാണ്. അപ്പോൾ അതിനെ ഇത്തരത്തിലുള്ള നമുക്ക് എങ്ങനെയൊക്കെ ഗ്രൂപ്പ്സ് ആക്കാൻ വേണ്ടി പറ്റും. ഇപ്പോൾ കോമൺ തീം വന്നിട്ടുള്ള നോവലുകൾ ഗ്രൂപ്പാക്കുക. അപ്പോൾ ആ രീതിയിൽ ഗ്രൂപ്പാക്കി ഡിവൈഡ് ചെയ്ത് പഠിക്കാനാണ് ശ്രദ്ധിക്കേണ്ടത്. ഇത്തരത്തിലുള്ള ഒരു ഉദാഹരണമാണ് ഞാനിപ്പോൾ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് മുന്നിൽ തന്നിട്ടുള്ളത്. ഡിസ്റ്റോപ്യൻ നോവൽസ് എന്താണ്, അതിലെന്തൊക്കെയാണ് പറയുന്നത്, അതിൻ്റെ ഉദാഹരണങ്ങൾ എന്തൊക്കെയാണ് എന്നാണ് നിങ്ങളിപ്പോൾ കണ്ടിട്ടുള്ളത്. ചിലപ്പോൾ ഡിസ്റ്റോപ്യൻ നോവൽസിൻ്റെ ഒരു ഗ്രൂപ്പ് തന്നിട്ട് ഡിസ്റ്റോപ്യൻ അല്ലാത്തത് ഏത്, അല്ലെങ്കിൽ ഡിസ്റ്റോപ്യൻ ആയത് ഏത്, ആ രീതിയിലുള്ള ചോദ്യങ്ങളും ഒക്കെ പ്രതീക്ഷിക്കാം. അപ്പോൾ സെറ്റ് എക്സാമിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ലെസണാണ് ഇപ്പോൾ തന്നിട്ടുള്ളത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഒപ്പം ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ഒരു കാര്യം കൂടി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. ലിറ്റ്ഷൂർ അക്കാദമിയുടെ റെഗുലർ ക്രാഷ് സെറ്റ് കോച്ചിങ് ബാച്ചുകൾ ആരംഭിച്ചിട്ടുണ്ട്. ജനറൽ പേപ്പർ, സബ്ജക്റ്റ് പേപ്പറിനും സെപ്പറേറ്റ് കോച്ചിങ് നൽകുന്നുണ്ട്. മുഴുവൻ സിലബസും കവർ ചെയ്യുന്ന PDF മെറ്റീരിയൽസ്, വീഡിയോ ക്ലാസ്സസ്, യൂണിറ്റ് എക്സാം, മോഡൽ എക്സാം, 10 വർഷത്തിലധികം വരുന്ന പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ ക്ലാസ്സസ് ഒക്കെ ഇതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ ഓഫർ ചെയ്യുന്നുണ്ട്. താല്പര്യമുള്ളവർ എത്രയും പെട്ടെന്ന് ഈ വീഡിയോയുടെ കമൻറ്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കാണുന്ന നമ്പർ ഉപയോഗിച്ച് കോൺടാക്റ്റ് ചെയ്യുമല്ലോ. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.